ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഫ്യൂഡലിസവും കോർപ്പറേറ്റിസവും ഒരുമിച്ച് ചേർന്ന നാടിന്റെ മതനിരപേക്ഷ ചരിത്രത്തെ മൂല്യബോധങ്ങളെയും ഒരു തരുമ്പ് മറിയാത്ത പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിന്റെ പ്രയോക്താവ് ഒരു പാർട്ടിയുടെ വക്താവായാൽ അത് അവരുടെ ആഭ്യന്തര കാര്യം മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ല. സംഘടനാ പ്രവർത്തന പാരമ്പര്യമില്ലെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന കോർപ്പറേറ്റ് മൂലധനമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ BJP സംസ്ഥാന അധ്യക്ഷന്റെ മൂലധനം. നൈതികതയിലൂന്നിയ പൊതുബോധ നിർമ്മിതിക്കായി നിരന്തരം പോരാടേണ്ട മാധ്യമങ്ങൾ വിപണി കേന്ദ്രീകൃതമാകുന്നതിനപ്പുറം വർഗീയതയുടെ വിഷവിത്തുക്കൾ സെക്കുലർ സ്പേസിൽ പോലും അതിവിദഗ്ധമായി വിപണനം ചെയ്യുന്നതാണ് സമീപകാലത്ത് നാം കാണുന്നത്. ചങ്ങാത്ത മുതലാളിത്തം അങ്ങനെ എല്ലാത്തിനെയും വിഴുങ്ങുന്ന കാലത്ത് അറിയാതെയെങ്കിലും യാഥാർത്ഥ്യം തുറന്നു പറയാനുള്ള അവസാന ശ്രമത്തിനെയും കുംഭമേളയിലെ മാലിന്യജലത്തിൽ ഒഴുക്കിക്കളഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ്. കളമശ്ശേരി സ്ഫോടനത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ അവസാന സാധ്യതയും തിരഞ്ഞ രാജീവ് ചന്ദ്രശേഖറിനെ പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി. നേരിന്റെ കണികയില്ലാതെ നിർഭയമായി നിരന്തരം വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണോ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ്? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് മാധ്യമപ്രവർത്തകരായ M. ജയചന്ദ്രൻ, A. സജീവൻ, ശ്രീജിത്ത് ദിവാകരൻ, രാജേന്ദ്രൻ പന്തളം, ഒപ്പം തന്നെ ബഷീർ വള്ളിക്കുന്ന് എന്നിവരാണ്. ആദ്യം ശ്രീ രാജേന്ദ്രൻ പന്തളം. നോക്കൂ, നിലവിൽ തന്നെ കേരളത്തിലെ BJP നേതാക്കൾക്കിടയിൽ കാര്യമായ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അവർ വ്യത്യസ്ത തട്ടുകളിലുമാണ്. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള എല്ലാ കോപ്പുകൂട്ടലും നടത്തിയിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ, K. സുരേന്ദ്രൻ, V. മുരളീധരൻ എന്നിവർക്കൊക്കെ ഇടയിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ വന്നിറങ്ങുന്നത്. സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്ന ആൾ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചലനങ്ങളെ പോലും കൃത്യമായി അറിയാൻ പ്രാപ്തിയുള്ള നേതാവായിരിക്കണം. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ഒരാളല്ല എന്നുള്ളത് വ്യക്തമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ BJP പോലെ കേരളത്തിൽ ഇങ്ങനെ വളരാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നതിന്റെ കാരണം എന്താണ്? കാരണം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അവർക്കൊരു പ്രസിഡന്റിന്റെ ഒഴിവുണ്ടായിരുന്നു, ഒരു പ്രസിഡന്റ് വരേണ്ടതായിരുന്നു. അത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരും അതിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതുകൂടാതെ K. സുരേന്ദ്രൻ്റെ പേരും ശോഭാ സുരേന്ദ്രൻ്റെ പേരും ഒക്കെ ആ കൂട്ടത്തിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു വിഭാഗീയത ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഈ വിഭാഗീയതയ്ക്ക് അതീതനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകാം ഒരു ഗ്രൂപ്പിനും ഉള്ളിലല്ലാത്ത, അതിനൊക്കെ ഉപരിയായിട്ട് പ്രവർത്തിക്കുന്ന, ഗ്രൂപ്പിന് അതീതനായിട്ടുള്ള ഒരു വ്യക്തിയായ ഇദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖറിനെ കണ്ടെത്തിയത്. അതിലേക്ക് നയിച്ചതിൽ ഒരു കാരണമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവർ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഏകകണ്ഠമായിട്ടാണ് തീരുമാനമെന്നും പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ ഒരു പിളർപ്പിൻ്റേതായിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള ലക്ഷണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അഭിപ്രായ ഭിന്നത ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഇനി ഇദ്ദേഹം തന്നെയാണ് ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്കും വൈസ് പ്രസിഡന്റ് പോസ്റ്റിലേക്കും ഒക്കെ ആളെ നിയോഗിക്കുക, കമ്മിറ്റിയിലേക്കൊക്കെ. ആ ഘട്ടങ്ങളിലൊക്കെ ഇനി ഉരുത്തിരിഞ്ഞ് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇദ്ദേഹം വളരെ ഒരു മുന്നേറ്റം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ ആളാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിനു മുമ്പ് 3 വട്ടം അദ്ദേഹം കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കേന്ദ്ര IT ആൻഡ് ഇലക്ട്രോണിക്സ് മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ വക്താവുമായിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാരം കൈയാളാനുള്ള അല്ലെങ്കിൽ വഹിക്കാനുള്ള ശേഷിയും ശേമുഷിയും ഒക്കെ ഉള്ള ആളുമാണ്. മന്ത്രിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത്, തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ വളരെയധികം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലാത്ത ഇദ്ദേഹം വലിയൊരു ഞെട്ടലുണ്ടാക്കുക തന്നെ ചെയ്തു. ജയത്തിൻ്റെ വക്കിലെത്തിയ ഒരു പരാജയമാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായത്. വലിയൊരു മുന്നേറ്റം തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ തിരുവനന്തപുരം അല്ലല്ലോ കേരളത്തിന്റെ ആകെ പൾസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. സാധാരണഗതിയിൽ ഈ സംഘടന പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ഒരാൾ ഈ നിലയിൽ ഒരു പാർട്ടിയോട് ഇപ്പോൾ പാർലമെന്ററി പദവികളിലേക്ക് എത്തുന്നത് ഓക്കെ, അത് സാധാരണമാണ്. പക്ഷേ ഒരു പാർട്ടിയെ നയിക്കുക എന്നുള്ളത് ആ നിലയിലല്ലല്ലോ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഗ്രൂപ്പിന് അതീതനാണ് എന്ന് പറയുമ്പോൾ
ആ ഗ്രൂപ്പിലെ പെട്ട ആളുകളെ പോലും ഒരുപക്ഷെ പൂർണ്ണമായി അറിയാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ സംസ്ഥാന നേതാക്കളിൽ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കേന്ദ്ര നേതൃത്വം, അതിന്റെ കൂടി ഉദാഹരണമാണോ രാജീവ് ചന്ദ്രശേഖരൻ? അല്ല, പിന്നെ അവരിൽ ഒരു ചെറിയ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഏത് പാർട്ടിക്കായാലും ശരി, അതിൻ്റെ അണികൾക്കിടയിൽ പാർലമെൻ്ററി വ്യാമോഹം കൊണ്ടോ അല്ലെങ്കിൽ അധികാര മോഹം കൊണ്ടോ ഒക്കെ ഉള്ള ഈ അടിപിടി കലശലാവുമ്പോൾ അത് കേന്ദ്ര നേതൃത്വത്തിന് തീർച്ചയായിട്ടും അത് തലവേദന തന്നെ, ഏത് പാർട്ടിയിലായാലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനപ്പുറം വിഭാഗീയതയ്ക്ക് അപ്പുറം ഉള്ള ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സ്വീകാര്യനായ വ്യക്തി, എല്ലാവർക്കും സ്വീകാര്യനുമാണ് അദ്ദേഹം, എടുക്കുക വ്യക്തമാണ്. ഇനി വളരെ പ്രസക്തമാണ് ചോദിച്ച ചോദ്യം, തിരുവനന്തപുരത്ത് മാത്രം മത്സരിച്ചുകൊണ്ടായോ എന്ന്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു സാമ്പിൾ സർവേ എന്നൊന്നും ഉണ്ടല്ലോ, അംശപുലീക ന്യായം എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു ചോറെടുത്ത് നോക്കിയാൽ മതി ആ ചോറ് മുഴുവൻ വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പാർലമെൻ്ററി മണ്ഡലത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഈ വ്യവസായ പ്രമുഖരായിട്ടുള്ളവരൊന്നും പാർലമെൻറ്റിലേക്ക്, ലോക്സഭയിലേക്ക് മത്സരിക്കാറില്ല. കാരണം ജനങ്ങളെ അഭിമുഖീകരിക്കണം, അവർക്ക് പ്രയാസമുള്ള കാര്യമാണ്, ജനപ്രിയരാവാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അതും പറ്റി എന്നുള്ളതാണ്. ആ ടെസ്റ്റിൽ അദ്ദേഹം ജയിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ പേരിലേക്ക് എത്തിയത് എന്നുള്ളതാണ് താങ്കളുടെ അനുമാനം. ഞാൻ മടങ്ങി വരാം ശ്രീ രാജേന്ദ്രൻ പന്തളം. അപ്പോൾ ആ ഘടകങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി എന്ന് താങ്കൾ വിലയിരുത്തുന്നു. ശ്രീ എം ജയചന്ദ്രൻ, പക്ഷേ നോക്കൂ, ഒരു അധികാര പദവി കിട്ടാതെ വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നേതാവ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ പാർലമെന്ററി ബോധം എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ഇങ്ങനെ പല ഉറപ്പുകളും നൽകിയിട്ടുണ്ടാകണം BJP. അതെന്തായാലും അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയെ നയിക്കാനായി വരുന്നു എന്ന് പറയുമ്പോൾ ആരായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിലൊന്ന്, രാജീവ് ചന്ദ്രശേഖരൻ വെറും വിഷമല്ല കൊടും വിഷമെന്ന കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ പിണറായി വിജയന്റെയും സംഘപരിവാർ പൊളിറ്റിക്സ് ഇല്ലാത്തയാളാണ് എന്ന് പറഞ്ഞ VD സതീശന്റെയും വാക്കുകളാണ്. ഇതിൽ ഏതിനെ മുൻനിർത്തി വേണം രാജീവ് ചന്ദ്രശേഖരന്റെ ഇനിയുള്ള BJPയെ നയിക്കാൻ പോകുന്ന കാലത്തെ നമ്മൾ കാണേണ്ടത്? രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ ചർച്ചകളിലേക്ക് വരുന്നത് വാസ്തവത്തിൽ എപ്പോഴൊന്നും അല്ല അസിത. ഈ BPL എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു മുൻപ്, വളരെ പ്രശസ്തമായൊരു കമ്പനിയാണ്. ഇന്ത്യയിലെമ്പാടും വേരുകൾ പടർത്തി ഏതാണ്ട് 90-കൾ വരെ അവരുടെ 1985-90 കാലയളവിൽ അവരുടെ അന്നത്തെ ടേൺ ഓവർ എന്ന് പറയുന്ന വിറ്റുവരവെന്ന് പറയുന്നത് 4300 കോടി രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 4300 കോടി രൂപ 85-90-ലെ വിറ്റുവരവുള്ള BPL കമ്പനി. അപ്പോൾ ഇന്ന് അതിൻ്റെ മൂല്യം എത്രയായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അത് ആ കമ്പനിയുടെ ഉടമസ്ഥൻ കണ്ണൂരുകാരനായ TPG നമ്പ്യാരാണ്. അദ്ദേഹത്തിൻ്റെ മകളെ 91-ൽ ഇദ്ദേഹം വിവാഹം ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം BPLൻ്റെ പുതിയ എക്സ്റ്റൻഷൻസ് ഉണ്ടാക്കുന്നു, BPL ടെക്നോളജീസ് ആവുന്നു, പിന്നെ BPL മൊബൈൽ വരുന്നു. കഥകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട് അത് പറയുന്നുമില്ല. BPL മൊബൈൽ വരുന്നു. പിന്നെ 95-ൽ അദ്ദേഹം BPL മൊബൈൽ ആരംഭിക്കുന്നു. 2005-ൽ ആ കമ്പനി SR ഗ്രൂപ്പിന് വിൽക്കുന്നു. BPL മൊബൈലും ആ കമ്പനിയൊക്കെ പിന്നെ പുറകോട്ടടിക്കുന്നു. അങ്ങനെയുള്ള കുറേ ചരിത്രങ്ങളിലൂടെയാണ് ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധ നേടുന്നത്, വാർത്തകളിൽ ഇടം നേടുന്നത്. പിന്നീട് BPL ഏതാണ്ട് 250ഓളം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ആ കാലത്ത്, ഞാനീ പറഞ്ഞ 90-കൾ വരെ 250ഓളം അത്യാധുനിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇന്ത്യയിലെമ്പാടും വിറ്റഴിച്ചിരുന്ന അതിപ്രശസ്തമായൊരു കമ്പനി 2005 ആയപ്പോഴേക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു അടിത്തറ കണ്ടു തുടങ്ങി. പിന്നീട് ആ കമ്പനി ഇല്ലാതായി, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇദ്ദേഹം ലൈംലൈറ്റിലേക്ക് വരുന്നത് അതുമുതലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 2006-ൽ കർണാടകത്തിൽ അദ്ദേഹം ഒരു രാജ്യസഭാംഗമാകുന്നതാണ്. 2006-ൽ തുടങ്ങിയ രാജ്യസഭാ അംഗത്വം തുടർച്ചയായി പുതുക്കി 2024 വരെ നീളുന്നുണ്ട്. മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഒടുവിൽ വരുന്നുമുണ്ട്. അതങ്ങനെ ഒരു യാത്ര തുടങ്ങുന്നത് ആ 2006-ൽ നിന്നാണ്. രാജ്യസഭ രാഷ്ട്രീയം, BJP എന്നൊക്കെ ലൈനിലേക്ക് വരുന്നത്. അത് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം മത്സരിക്കുന്നു. അധികം ചെറിയ വോട്ടുകൾക്ക് 16,000-ൽ പരം വോട്ടുകൾക്കാണല്ലോ പരാജയപ്പെടുന്നത്. അങ്ങനെ പരാജയപ്പെട്ട് അദ്ദേഹം എന്നാലും ഒരു ഇൻഡക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
യൂണിയൻ ഗവൺമെൻറ്റിൽ. അത് കിട്ടുന്നില്ല. അതോടുകൂടി താൻ രാഷ്ട്രീയത്തിനോട് തന്നെ ഗുഡ് ബൈ പറയുന്നു എന്ന ഒരു ട്വീറ്റും നടത്തി. കുറച്ച് കഴിഞ്ഞാൽ ട്വീറ്റ് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പോവുകയാണ്. പിന്നീട് കേൾക്കുന്നത് 2025 നവംബറിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് തന്നെ പരിഗണിക്കണം എന്ന ആവശ്യവുമായി അദ്ദേഹം യൂണിയൻ ഗവൺമെൻറ്റിൽ, പ്രത്യേകിച്ചും അമിത്ഷായുടെ മുമ്പിൽ നിരന്തരം നിവേദനവുമായി ചെല്ലുന്ന ആ കഥകളാണ് പിന്നീട് കേൾക്കുന്നത്. പക്ഷേ അത് അംഗീകരിച്ച് കൊടുക്കപ്പെടുന്നില്ല. അംഗീകരിച്ച് കൊടുക്കപ്പെടാതായതോടെ അദ്ദേഹം ഖിന്നനാകുന്നു. അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാകുന്നു. അങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോഴേക്കാണ് കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യം കേട്ട കഥകളിൽ ഒരു കഥ എന്താണെന്നറിയുമോ? കേരളത്തിലെ ഗ്രൂപ്പ് പോരാട്ടം വളരെ ശക്തമാണ് BJP-യിൽ സംസ്ഥാന ഘടകത്തിൽ. അതുകൊണ്ട് വി മുരളീധരൻ 2 പ്രാവശ്യം പ്രസിഡന്റ് ആയ ആളാണ്, ഇനി പറ്റില്ല. പിന്നെ കെ സുരേന്ദ്രൻ മാറണം. പിന്നെ വരുന്ന ആരാണ്? ശോഭാ സുരേന്ദ്രനെ ഇദ്ദേഹം തന്നെ പ്രപ്പോസ് ചെയ്തതാണ് കേൾക്കുന്നത്. പുതിയ പ്രസിഡന്റ് ആക്കണം എന്ന് ദേശീയ നേതൃത്വത്തിനടുത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ ആ സമയത്ത് കേട്ടിട്ടുള്ളത്. അത് അങ്ങനെ നിൽക്കവെയാണ് തിരുവനന്തപുരത്ത് വീടെടുത്ത് താമസിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അമിത്ഷാ ആവശ്യപ്പെടുന്നതായി അടുത്ത കഥ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം വരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്ക് തൃശ്ശൂർ BJP-ക്ക് MP ആയി സുരേഷ് ഗോപിയെ കേന്ദ്ര സഹമന്ത്രിയാക്കി. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനൊപ്പം തന്നെ ജോർജ് കുര്യനെയും രാജ്യസഭാംഗമാക്കിയിട്ട് കേന്ദ്ര സഹമന്ത്രിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു നായർ സമുദായാംഗത്തിനെ ജയിച്ചയാളിനെ തന്നെ അവർ കേന്ദ്ര സഹമന്ത്രിയാക്കുന്നു. ക്രൈസ്തവ സമുദായാംഗമായ ജോർജ് കുര്യനെ സഹമന്ത്രിയാക്കുന്നു. പിന്നെ ഒരു ഒഴിവ് വരുന്ന സീറ്റിലേക്ക് മറ്റൊരു നായരെ പരിഗണിക്കാൻ ഇടയില്ല. അപ്പോൾ MD രമേശിൻ്റെ സാധ്യത മങ്ങും. അത്തരം സാധ്യതകൾ ഉണ്ടാവില്ല. അതുകൂടെ ചേർത്താണ് ശോഭാ സുരേന്ദ്രനിലേക്ക് ചർച്ചകൾ വരുന്നത്. പക്ഷേ അത് ആ താല്പര്യം വേണ്ട പോലെ ക്ലച്ച് പിടിക്കുന്നില്ല എന്നാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഒടുവിലത്തെ ഒരു ഇതായിട്ട് കേൾക്കുന്നത് നവംബറിൽ നവംബറിൽ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഒഴിവിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാൻ ഇടയുണ്ട് കർണാടകത്തിൽ നിന്ന് രാജ്യസഭാ അംഗമാക്കുന്നതിനെ പറ്റി. അതിനോടിപ്പോൾ ഇദ്ദേഹത്തിനും പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റിനും താല്പര്യമുണ്ട് എന്നുള്ള നിലയിലാണ് വാർത്തകൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഇടനാടുകളിൽ നിന്നൊക്കെ വരുന്നത്. അത് എത്രത്തോളം റിയലിസ്റ്റിക് ആണ് എന്നൊക്കെയുള്ള കാര്യം ഇനി വരാനിരിക്കുന്ന ആളുകളാണ് തെളിയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അതിന് തൊട്ടടുത്ത ഭാഗം പറഞ്ഞാൽ ഇതുകൊണ്ട് എന്താണ് കേരളത്തിൽ BJP-ക്ക് പ്രയോജനം? അതാണ് ഇപ്പം ഒരു സംസ്ഥാന അധ്യക്ഷനെ ആരെ വേണം എന്ന് തീരുമാനിക്കാൻ ആ പാർട്ടിക്ക് അവകാശമുണ്ട്. ഏത് പാർട്ടിക്കാണെങ്കിലും ആ പാർട്ടിക്ക് അവകാശമുണ്ട്. അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വിചിത്രമായ ഒരു അവകാശവാദം കേട്ടത് നിലവിലുള്ള സ്ഥാനം ഒഴിയാൻ പോകുന്ന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെതാണ്. ഇത്രമേൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി BJP അല്ലാതെ വേറെ ഉണ്ടോ എന്നാണ് അദ്ദേഹം മാലവരോട് ചോദിക്കുന്നത്. അതിന് ഉദാഹരണം അദ്ദേഹം ഒരു കാര്യം കൂടെ തിരികെ കയറ്റുകയാണ്. ഏറ്റവും താഴെ തട്ടിൽ മുതൽ ഏറ്റവും മേലെ തട്ടിൽ വരെ തെരഞ്ഞെടുപ്പ് നടത്തി ആൾക്കാർ നേതൃസ്ഥാനത്തിന് അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ജനാധിപത്യം ഉറപ്പാക്കുന്ന ഒരു പാർട്ടി BJP ഇല്ല മറ്റേതൊരു പാർട്ടിയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും എനിക്ക് കടുത്ത സംശയം തോന്നി. കേരളത്തിലെ BJP അണികളുടെയും പ്രവർത്തകരുടെയും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം കേട്ടിട്ടാണോ ഇദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ പ്രസിഡന്റ് ആക്കിയത് എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലായിപ്പോയി ഞാൻ. എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ അത്തരത്തിലുള്ള ജനാധിപത്യപരമായ ഒരു പ്രക്രിയയും നടന്നിട്ടില്ല. ഒരു നോമിനേറ്റിംഗ് പ്രക്രിയ മാത്രമാണ് നടന്നത്. മറ്റാരും നോമിനേഷനൊന്നും കൊടുക്കേണ്ട, ഒരൊറ്റയാൾ മതിയെന്ന് ഭരണാധികാരിയായ നാരായണ നമ്പൂതിരിയോട് പറയുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. മറ്റാരും നോമിനേഷൻ കൊടുക്കുന്നില്ല. വൺ ആൻഡ് ഓൺലി നോമിനേഷൻ. ആ ആൾ സെലക്ട് ചെയ്യപ്പെടുന്നു. എലക്ട് ചെയ്യപ്പെടുകയല്ല, എലക്ഷനല്ല, ഇവിടെ സെലക്ഷനാണ്. അതാണ് പ്രാധാന്യം. ആ സെലക്ഷന് പോലും ജനാധിപത്യപരമായ വലിയ പങ്കാണ് എന്നാണ് നിലവിലുള്ള സ്ഥാനമൊഴിയാൻ പോകുന്ന പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ അമ്പരന്ന് പോവില്ലേ? സ്വാഭാവികമായിട്ടും ഞാൻ അമ്പരന്നു. എൻ്റെ പ്രിയപ്പെട്ട ജനാധിപത്യമേ, ഇങ്ങനെയൊക്കെയാണോ ഇത്? ദേശീയ പാർട്ടിയായ BJP 10 കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്നു. ഇനി 15ാം കൊല്ലത്തിലേക്ക് കൂടെ മാൻഡേറ്റ് കിട്ടിയ പാർട്ടി ജനാധിപത്യത്തെ സംബന്ധിച്ച് നിർവചിക്കുന്ന ഒരു അവസ്ഥ എത്രമേൽ
നമ്മൾ കേട്ടിരിക്കേണ്ടി വരുന്നു ഇതൊക്കെ എന്നുള്ളതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രതിച്ഛായ അവരെ പറ്റി വരുന്നത്. ശ്രമം കൂടിയായിരിക്കാം എന്നുള്ളത് വേണം നമ്മൾ കാണാനല്ലേ? എങ്ങനെയാ സുധ? അതായത് BJP നേതാക്കൾക്കിടയിൽ ഈ നിലയിൽ നമ്മൾ ഒരുപാട് പേരുകൾ പറയുകയും പരിഗണിക്കപ്പെടുകയും ഈ സംഘടനാ പാരമ്പര്യമുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിദൂരമല്ലാത്ത കാലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് പ്രചരിപ്പിക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ശ്രമമായുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാകണം സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് എന്ന് കാണാമല്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റായിട്ട് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാവുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ എലക്ഷൻ അല്ല, സെലക്ഷനാണ് നടക്കുന്നത്. ആരാണ് സെലക്ട് ചെയ്യുന്നത്? അത് നാഷണൽ ലീഡർഷിപ്പ് സെലക്ട് ചെയ്യും. പിന്നെ ആ സെലക്ഷനിൽ ബാക്കിയുള്ളവരത് അംഗീകരിക്കുക, ഉൾക്കൊള്ളുക, അനുസരിച്ചോളുക. ശ്രമിക്കുകയും ചെയ്യുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത സംസ്ഥാന അധ്യക്ഷനാകുന്ന ആദ്യ BJP നേതാവ്, NSSും SNDPയുമായി അടുത്ത ബന്ധം, ക്രൈസ്തവ സഭയ്ക്കും പ്രിയങ്കരൻ. നോക്കൂ, ഒരു തീവ്ര വലതുപക്ഷ മാധ്യമ രാജീവ് ചന്ദ്രശേഖരനെ വിശേഷിപ്പിക്കുന്നത് ഇന്ന് ഇങ്ങനെയാണ്. അവരുടെ ഒരു വാർത്തയുടെ, ഒരു ഓൺലൈൻ വാർത്തയുടെ വാചകങ്ങൾ ഇങ്ങനെയാണ്: BJP നിലവിൽ കേരളത്തിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ട് മുഖങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ, മറ്റൊന്ന് സുരേഷ് ഗോപി. ക്ഷമിക്കണം, പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊരു RSS തീവ്ര പശ്ചാത്തലമില്ല എന്ന് വരുത്തി തീർക്കാനായി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ടുപേരാണ്. പക്ഷേ ഇവർ വളരെ വിദഗ്ധമായി, വളരെ ക്രൂക്ഡായി സമൂഹത്തിൽ ഇങ്ങനെ ഇൻജെക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വർഗീയതയുടെ വിഷമുണ്ടല്ലോ, അത് വളരെ സ്ലോ പോയിസണിങ് എന്ന മാതൃകയിലാണ്. ആ അപകടത്തെ ഏറ്റവും മനോഹരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഘട്ടം ഇതാണ് എന്ന് കരുതാമോ? തീർച്ചയായും. നമ്മള് BJP ഇപ്പോൾ പ്രയോഗിക്കുന്ന ഈ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തെ അവര് വളരെ കാലമായി കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ ശ്രമിക്കുന്നു, വേര് പിടിക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് സാധിക്കുന്നില്ല. പിന്നെ കേരളത്തിൽ വേര് പിടിക്കാനുള്ള ഈ പകയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ ഈ രാഷ്ട്രീയം കേരള ജനതക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഉത്തരേന്ത്യയിലൊക്കെ, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വിജയിക്കുന്ന പോലെ കേരളത്തിൽ വിജയിക്കില്ല എന്ന് തിരിച്ചറിയുകയും ചില പൊതുമുഖങ്ങൾ, അസീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ലോ പോയിസണിങ് നടത്താൻ കഴിയുള്ള വളരെ പോളിഷ്ഡ് ആയി സംസാരിക്കുന്ന ചില മുഖങ്ങളെ കൊണ്ടുവന്നാൽ വിജയിക്കാൻ സാധിച്ചേക്കും. പ്രത്യേകിച്ചും ഈ സുരേഷ് ഗോപിയുടെ വിജയം, അതുപോലെ തന്നെ ഈ പാർലമെന്ററി സംസ്ഥാന തെരഞ്ഞെടുപ്പില് O രാജഗോപാൽ ജയിച്ചത്, അങ്ങനെ ഈ രണ്ട് ജയങ്ങളാണ് BJPക്ക് മുന്നിലുള്ളത്. അപ്പൊ ഈ രണ്ടുപേരുടെയും ഒരു ക്യാരക്ടർ എടുത്തു നോക്കിയാൽ പുറമേക്ക് കുറച്ചുകൂടി പോളിഷ്ഡായി സംസാരിക്കുക, ഒരു സാംസ്കാരിക വ്യക്തിത്വത്തിന് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി ശ്രമങ്ങൾ നടത്തുക. ഇപ്പൊ സുരേന്ദ്രനോ അല്ലെങ്കിൽ ശശികല ടീച്ചറോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ സംസാരിക്കുന്ന പോലെ പച്ചയായ വർഗീയത സമൂഹത്തിൽ തുറന്നു പറയാതിരിക്കുക, എന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള പോളറൈസേഷന് വേണ്ടി വളരെ തന്ത്രപരമായി ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങളെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കേരള സൊസൈറ്റിയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ വിജയസാധ്യതയുണ്ട്. അല്ലാത്ത നേരിട്ട് വിദ്വേഷത്തിന്റെയും പകയുടെയും രാഷ്ട്രീയം പറയുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ ഇപ്പൊ പ്ലേസ് ചെയ്യാൻ കാരണം. ഇദ്ദേഹം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ബിസിനസ്സുകാരനാണ്, വിജയിച്ചൊരു ബിസിനസ്സുകാരനാണ്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്ത്, ഗുജറാത്തിൽ ജനിച്ച് കർണാടകയിൽ വളർന്ന് വിദേശത്തും മറ്റുമായി പഠിച്ച് കേരളവുമായി ഒരു സാംസ്കാരിക ബന്ധവും കേരളത്തിന്റെ ഒരു ബഹുസ്വര സാംസ്കാരികതയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് കേരളത്തിലെ ജനങ്ങളെ BJP ഇങ്ങനെ ഒരു പൊതുമുഖത്തെ അവതരിപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നത് സംശയകരമാണ്. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിനുമായുള്ള കേരളത്തിന്റെ ബന്ധം എന്ന് വെച്ചാൽ നമുക്ക് തുറന്നു പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഏഷ്യാനെറ്റ് ചാനലിന്റെ മുതലാളി അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന സ്ഥാപകനല്ല മുതലാളി എന്ന ഒരു സ്ഥാനപ്പേരിലേക്ക് കേരള ജനതയ്ക്ക് ഇദ്ദേഹത്തെ അറിയുകയുള്ളൂ. വലിയ സാംസ്കാരിക പാരമ്പര്യമോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ബഹുസ്വര സാംസ്കാരികതയ്ക്ക് വളർച്ചയേക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമോ ഇദ്ദേഹത്തിനില്ല. പിന്നെയുള്ളത് എത്ര പോളിഷ് ചെയ്ത് വെച്ചാലും ചില അവസരങ്ങളിൽ സംഗതികൾ പുറത്തു ചാടുമെന്ന് നമ്മൾ പറയുന്നത് പോലെ പല ഘട്ടങ്ങളിലും ഇദ്ദേഹത്തിൽ നിന്ന്, ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇദ്ദേഹം വിഷമല്ല കൊടും വിഷമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ ആർക്കണം. ഇപ്പോ കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിന്റെ കേസ് വാർത്ത പുറത്തു വരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം UNIക്ക് ഒരു അഭിമുഖം കൊടുത്തിട്ട്
ഈ കേരളത്തിലെ പിന്നെ ഹമാസ് തീവ്രവാദികളുമായി ഇതിന് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ അന്നേരം ചെയ്തിരുന്നത് ഇത് ഒരു ആളിപ്പടരാൻ, നമുക്കറിയാം ഇത് ഒരു വളരെ ആളിപ്പടരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും 2000-ലധികം യഹോവ സാക്ഷികൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സീരിയൽ ബോംബിംഗ് നടക്കുന്നു, നിരവധി പേർ മരിക്കുന്നു. ഈ വാർത്ത വരുമ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഈ കേരളം ഇനി മറ്റൊരു ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള ഭീകരമായ ഒരു വർഗീയ വിഭജനത്തിലേക്കും ഒരു കലാപത്തിലേക്കും പോയേക്കുമെന്ന് ഭയപ്പെട്ട് നമ്മളെ പോലുള്ള എല്ലാ ആളുകളും, കഴിയുന്നത്ര ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് പിന്നെ വൈകാരികതയിലേക്ക് പോകരുതെന്ന് പറയുന്ന സന്ദർഭത്തിൽ തീർത്തും വൈകാരികത ജനിപ്പിക്കാനും പിന്നെ അത് പ്രക്ഷോഭത്തിലേക്ക് നയിക്കാനും മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ദേശീയ മാധ്യമത്തിന് മുന്നിൽ വന്ന് നടത്തുകയാണ്. ഹമാസ് തീവ്രവാദികളുമായി ബന്ധം, കഴിഞ്ഞ ദിവസം ഹമാസ് നേതാവിനെ കേരളത്തിൽ സംസാരിക്കാൻ ഈ പിന്നെ പിണറായി സർക്കാർ അനുവദിച്ചു. 24 മണിക്കൂറിനുള്ളിൽ സ്ഫോടനം നടന്നു. ഇത് പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്നൊക്കെ. ഈ സ്ഫോടനത്തെ കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നതിന് മുമ്പ്, ഒരു പോലീസ് അന്വേഷണത്തിന്റെ യാതൊന്നും നീങ്ങുന്നതിന് മുമ്പാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അപ്പോഴാണ് കേരള മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹം വിഷമല്ല കൊടും വിഷമാണെന്ന് പറയേണ്ടി വന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എത്ര പോളിഷ്ഡായി നിങ്ങളുടെ വ്യക്തിത്വത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ചില ഘട്ടങ്ങളിൽ അത് പുറത്തു വരും. അപ്പൊ അങ്ങനെ പുറത്തു വന്ന ധാരാളം ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാധ്യമ സ്ഥാപനത്തിന് അവരുടെ മുതലാളി ആയിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അത് പ്രൊജക്ട് ചെയ്തേ പറ്റൂ. അപ്പൊ കേരളത്തെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോ സുരേന്ദ്രനാണെങ്കിലും പിന്നെ ഇപ്പോ രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലും ഇത്തരം മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പകയുടെ രാഷ്ട്രീയവും ഒക്കെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ചിലർ പ്രത്യക്ഷമായി പറയുന്നു, മറ്റു ചിലർ പോളിഷ്ഡായി പറയുന്നു. ഇനി മാധ്യമ സ്ഥാപനങ്ങളുടെ ഉപയോഗപ്പെടുത്തി ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ദേശീയ തലത്തിൽ മാധ്യമ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെയും ഫേക്ക് ന്യൂസും പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചാനലിന്റെ പിന്നെ സ്ഥാപകനാണ് ഇദ്ദേഹം. റിപ്പബ്ലിക് TV, അർണബ് ഗോസ്വാമി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ പിന്നെ നൈതിക മാധ്യമ പ്രവർത്തനത്തിന്റെ പിന്നെ നേരെ എതിർ ദിശയിൽ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന പേര് ഫേക്ക് ന്യൂസിന്റെയും അതുപോലെ തന്നെ വൈകാരിക വാർത്തകളുടെയും ഒക്കെ ഉണ്ടാക്കി ആളുകളെ വിഭജിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ആദ്യം പറയുന്ന പേര് അർണബ് ഗോസ്വാമി ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു ദേശീയ ചാനൽ ഉണ്ടാക്കി കൊടുക്കാൻ മുതൽ മുടക്ക് നടത്തിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കേരളത്തിലെ ചാനൽ അത് ചിലപ്പോ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വന്നേക്കാം. പക്ഷെ അദ്ദേഹം സ്ക്രോൾ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖമുണ്ട്. ഞാൻ അതൊന്ന് സൂചിപ്പിക്കട്ടെ. 2017 അദ്ദേഹം സ്ക്രോൾ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഈ മാധ്യമ രംഗത്തെ പിന്നെ മോട്ടീവ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാർക്കറ്റിന് എന്താണോ വേണ്ടത് അത് നൽകുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഇടതുപക്ഷ ചിന്തകൾക്കും ചില സ്പേസ് ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മാർക്കറ്റ് പിടിക്കാൻ ഇടതുപക്ഷ ആ ചിന്തകൾ ഉപയോഗപ്പെടുത്താണെങ്കിൽ ഉപയോഗിക്കുക, ദേശീയ തലത്തിൽ ഉപയോഗിക്കേണ്ടത് ദേശീയ തലത്തിൽ ഉപയോഗിക്കുക. അർണബിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ്. അപ്പോ ഗാന്ധിജിക്ക് മാർക്കറ്റിലുള്ളത് ഗാന്ധിജി ഉപയോഗിക്കുക, ഹിറ്റ്ലർക്ക് മാർക്കറ്റിലുള്ളത് ഹിറ്റ്ലർ ഉപയോഗിക്കുക, എന്നിട്ട് ഈ മാർക്കറ്റിനനുസരിച്ച് പിന്നെ മാധ്യമത്തെ ഉപയോഗിക്കുക. ഇത്തരം ഒരു ചിന്താഗതി പരസ്യമായി പറഞ്ഞൊരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ എന്ത് നൈതികത, എന്ത് സാമൂഹ്യ പ്രതിബദ്ധത, എന്ത് ബഹുസ്വര സംസ്കാരം ഒക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് കേരളത്തിൽ വന്നാല് മുഖം മൂടി പലപ്പോഴും പുറത്തു വരും. ആ പുറത്തു വരുന്ന തിരിച്ചറിയാൻ കെൽപ്പുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. അവരത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ എ സജീവൻ, ഒരു സംഘടനാ പാരമ്പര്യവും ഇല്ലാത്തയാൾ എന്തുകൊണ്ട് BJP-യുടെ തലപ്പത്തേക്ക് എത്തുന്നു? അതവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷനായി കരുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് ഉത്തരമായി ഇപ്പോൾ ശ്രീ ബഷീർ വള്ളിക്കുന്ന് പറഞ്ഞതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ പൊതുബോധത്തെ നിർമ്മിക്കുന്ന ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടെയാണ് ഒരു മാധ്യമത്തിന്റെ കൂടി പിന്തുണ രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും അപകടം വളരെ തുറന്ന നിലയിൽ സംഘപരിവാർ പൊളിറ്റിക്സ് പറയുന്ന ആളുകളെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അവരെ അതിനനുസരിച്ച് മാറ്റി നിർത്താനും അവർ പറയുന്ന വാചകങ്ങളെ അതേ ആ ഒരു ബോധം ഉള്ളിൽ വെച്ച് കേൾക്കാനും സാധിക്കും. പക്ഷേ ഈ സെക്കുലർ മുഖം മൂടി അണിഞ്ഞ സംഘപരിവാറിന്റെ അജണ്ട ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവരെ ആ നിലയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്നിൽ എന്നുള്ളതാണോ വൈ രാജീവ് ചന്ദ്രശേഖർ എന്നതിന്റെ ഉത്തരം? രാജീവ് ചന്ദ്രശേഖർ സെക്യുലർ മനോഭാവമുള്ള അങ്ങനെ ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ഓരോ സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അതിരൂക്ഷമായിട്ടാണ്. സാധാരണഗതിയിൽ
സംഘപരിവാർ നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ അതിരൂക്ഷമായിട്ട് പറഞ്ഞ മുഖ്യമന്ത്രി കൊടിയ വിഷമെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ഉള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം സെക്യുലറിസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ മുഖമുദ്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പ്രശ്നമുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കുറെ കാലമായിട്ട് BJP-ക്കകത്ത് വലിയ ഗ്രൂപ്പ് പോരാട്ടം നടക്കുകയാണ്. കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുമെന്നുള്ളൊരു വിദൂരമായിട്ടുള്ള സാധ്യത പോലും മുന്നിൽ ഇല്ലാതിരിക്കുകയാണ് ഈ ഗ്രൂപ്പ് പോരാട്ടം നടക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്ന വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയുന്ന തൃശ്ശൂരിലെ ജയം, ആ തൃശ്ശൂരിലെ ജയം എന്താണെന്നുള്ള കാര്യം കോൺഗ്രസിന്റെ അവിടുത്തെ വോട്ട് നോക്കിയാൽ മാത്രം അറിയാം. നേരത്തെ പ്രതാപന് കിട്ടിയിരുന്ന വോട്ടും പിന്നീട് ഇത്തവണ മുരളീധരന് കിട്ടിയ വോട്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയോട് ജയിച്ചതെന്നുള്ളത്. അവിടെ LDF-ന് വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ അവിടെ BJP-യുടെ ഒരു വലിയ നേട്ടം കൊണ്ടല്ല, കോൺഗ്രസുകാർ തമ്മിലുള്ള പടലപ്പിണക്കം കൊണ്ടും കുതികാൽ വെട്ടുകൊണ്ടും ഒക്കെ അവിടെ ജയിച്ചു പോയതാണ്. ഭാഗ്യത്തിന് ജയിച്ചു പോയ ഒരാളാണ് സുരേഷ് ഗോപി. അത് BJP-യുടെ വലിയ നേട്ടമായിട്ട് കാണേണ്ടതില്ല. പിന്നീട് എല്ലാവരും പറയുന്നൊരു കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖർ വിജയത്തിനടുത്ത തോൽവി ഇത്തവണ നേടിയിട്ടില്ല, അങ്ങനെ സംഭവിച്ചു. അതും നമുക്കറിയാം. കോൺഗ്രസ്സുകാരിലെ ഇവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി, ലോക്സഭാ സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസ്സുകാർക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ശശി തരൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശശി തരൂരിന്റെ ഇപ്പോഴുള്ള നിലപാടും അതിന് മുമ്പുള്ള നിലപാടൊക്കെ അദ്ദേഹം കോൺഗ്രസിന്റെ ചട്ടക്കൂടിനകത്ത് വഴങ്ങുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പടനീക്കം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുന്നതിനുള്ള വിരോധം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതാണ് അവിടെ ഒരു പ്രധാന ഘടകമായി മാറിയത്. അപ്പൊ അതുകൊണ്ട് BJP വലിയ നേട്ടം ഉണ്ടാക്കി. രാജീവ് ചന്ദ്രശേഖർ വിജയത്തിനോടടുത്തുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വലിയ രക്തസാക്ഷിയാണെന്നുള്ള രീതിയിലൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. സത്യത്തിൽ കുറെ കാലമായിട്ട് കോൺഗ്രസിന് BJP-ക്കകത്ത് നടക്കുന്ന ഈ ഗ്രൂപ്പ് പോരാട്ടം, അത് ഒരു ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പും അല്ല. അവിടെ ഇപ്പോൾ സുരേന്ദ്രനും മുരളീധരനും ഉൾപ്പെടുന്ന ഒരു വലിയ അച്യുതമുണ്ട്. അത് കൂടാതെ പണ്ടെന്നോ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള വേറൊരു അച്യുതമുണ്ട്. അതുകൂടാതെ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വേറൊന്ന്. ഇവർ പരസ്പരം കുതികാൽ വെട്ടുന്ന ഒരു അവസ്ഥ കുറെ കാലമായി നടക്കുന്നതാണ്. BJP-ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗമനം ഉണ്ടാകണമെങ്കിൽ അതിനെ തടയിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിനാര് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസും എതിർപക്ഷത്തായിരിക്കും. അവര് ഇതിന് വിരുദ്ധമായി നിൽക്കും. തിരിച്ചാണ് കൃഷ്ണദാസ് പക്ഷത്തുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നമായിരിക്കും. ശോഭാ സുരേന്ദ്രൻ അടുപ്പിക്കില്ല എന്നുള്ള നിലപാടാണ് മറ്റുള്ള ആൾക്ക്. ഈ ഘട്ടത്തിൽ താരതമ്യത തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ ഈ ഗ്രൂപ്പിന്റെ ഒന്നും ഭാഗമായിട്ട് അറിയപ്പെടാത്ത ഒരാളിലേക്ക് കൊണ്ടുവന്നുള്ളൂ. പക്ഷേ അത് BJP ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റു പാർട്ടികളുടെ ഒക്കെ AKGയെ കുറിച്ചോ EMS-നെ കുറിച്ചോ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ മാറ്റിയെടുത്താൽ, അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ കരുണാകരൻ വരെയുള്ള അല്ലെങ്കിൽ AK ആന്റണി വരെയുള്ള ജനകീയ നേതാക്കന്മാരൊക്കെ മാറ്റിയിട്ട് BJP-യുടെ കാര്യം മാത്രം എടുത്താൽ, BJP ആകുന്നതിന് മുമ്പേ ഭാരതീയ ജനസംഘമായിരുന്നല്ലോ. അന്ന് അക്കാലം മുതൽ കേരളത്തിൽ വളരെ ജനകീയൻ എന്ന് പറയാവുന്ന രൂപത്തിൽ ഒരാളുണ്ടായിരുന്നു KG മാരാർ. KG മാരാരെ പോലെ ഇത്രയും ജനകീയമായ എതിരാളികൾക്ക് പോലും വളരെയധികം താല്പര്യമുള്ള, എതിരാളികൾക്ക് പോലും ആദരവ് തോന്നുന്ന ഒരു നേതാവ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് BJP-ക്ക് വൻ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം ദേശീയ തലത്തിലൊന്നുമല്ല, BJP പരിഗണിക്കപ്പെടാത്തൊരു ഘട്ടത്തിലായിട്ട് പോലും BJP-ക്ക് ക്രമേണ ഇവിടെ വേരോട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവാണ് KG മാരാർ. അതേപോലെയാണോ രാജീവ് ചന്ദ്രശേഖർ? അദ്ദേഹത്തിനെ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തി എന്ന് പറയുന്ന, രാജ്യസഭാ മെമ്പറായതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമാവണമെന്നില്ല, പക്ഷെ അതുപോലും വെക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ രാജ്യസഭാ മെമ്പറായിട്ട് വെക്കുന്നത് ഇപ്പൊ ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം. ആ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ അദ്ദേഹം കേരളം പോട്ടെ, കർണാടകയിലെ ആണല്ലോ അദ്ദേഹം തട്ടകം ആയിരുന്നത്. അപ്പൊ കർണാടകയിലെങ്കിലും അദ്ദേഹം ഒരു ജനകീയ നേതാവായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നോക്കൂ, അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞോളം മത്സരിച്ചതിന് ശേഷം വോട്ട് കിട്ടിയതിന്റെ കണക്കല്ല നോക്കേണ്ടത് നമ്മള്. അദ്ദേഹത്തിന് കേരളത്തിലെ ആള് ഈ BJP പ്രവർത്തകരുടെ ഇടയിലേക്ക് അവരെ മനസ്സിലേക്ക് പിടിച്ചു പറ്റാൻ പറ്റിയിരുന്ന ഒരാളായിട്ടുണ്ട്. അദ്ദേഹം ഒരു വരേണ്യ വർഗത്തിന്റെ പ്രതിനിധി എന്ന നിലയാണ് നോക്കിയത്. നമ്മൾ അതേപോലെ പരിഗണിക്കാവുന്ന ഒരാളാണ് ശശി തരൂര്. പക്ഷെ ശശി തരൂര് അതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മലയാളം അറിയില്ല. എന്നാൽ പോലും അദ്ദേഹം കോൺഗ്രസുകാർക്കിടയിൽ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നതിന് എനിക്ക് പാർട്ടിക്ക് അതീതമായിട്ടുള്ള കുറെ വോട്ട് ഷെയർ ഉണ്ട്.
അങ്ങനെ വോട്ട് ഷെയർ അവകാശപ്പെടാവുന്ന നേതാവല്ല രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് പ്രശ്നങ്ങൾ ഏത് ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാലും അത് ദുരിതമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തമ്മിൽ ഭേദത്തിലേക്ക് പോയ ഒരു കാര്യം അല്ലാതെ BJPക്ക് ഒരു വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജനകീയ നേതാവായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഇനിയിപ്പോ മാറിയേക്കോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ശരി ഓക്കെ സാർ, ഓക്കെ, വ്യക്തമാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീജിത്ത് ദിവാകരൻ, ഇവിടെ ഇപ്പോൾ BJPയിലെ സംഘടനാ പ്രശ്നങ്ങളും ഗ്രൂപ്പ് പോരും ഒക്കെ തീർക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ആ പാർട്ടി ഐക്യത്തോടെ നയിക്കുന്നതോ ഒന്നും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമാകേണ്ട കാര്യമില്ല. പക്ഷേ നാടിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കുന്ന ചില എലമെന്റ്സ് രാജീവ് ചന്ദ്രശേഖരന്റെ വരവിലുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള പോക്കിൽ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ചാക്കിൽ കെട്ടി കുഴൽപ്പണം കേരളത്തിലേക്ക് എത്തിക്കേണ്ടതില്ല. കോർപ്പറേറ്റ് മൂലധനത്തിന്റെ അധികായനാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് നമുക്കറിയാം. ഈ വർഗീയത ലൈറ്റായി ജനങ്ങളിലേക്ക് തള്ളിവിടാൻ ഇനി നമ്പർ 1 മാധ്യമത്തിന്റെ അഭാവം അവർക്കില്ല. വാസ്തവത്തിൽ കുംഭമേളയിലെ തിരുത്ത് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിനും അതുവഴി BJPക്കും നൽകിയ കൃത്യമായ സൂചനയായിരുന്നു. നമുക്ക് അങ്ങനെ വേണം കരുതാനായിട്ട്. നമുക്കിപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്ന കെ സുരേന്ദ്രൻ പ്രസിഡൻ്റായിരുന്ന 5 വർഷം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വളർച്ചയുടെ കാലമായിരുന്നു എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, ഇടയ്ക്കുണ്ടായിരുന്ന പല സമയത്തും ഉണ്ടായിട്ടുള്ള അവരുടെ ഒരു സ്പേസിൻ്റെ വർധനവടക്കം വോട്ട് ഷെയറുകളുടെ എണ്ണമടക്കം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ കേരളത്തിന് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വളർച്ചയുണ്ടാക്കിയ ഒരു കാലയളവായിരുന്നു കഴിഞ്ഞ 5 വർഷവും. എന്നിട്ടും കെ സുരേന്ദ്രനെ പുറന്തള്ളി മറ്റൊരാളെ, അല്ലെങ്കിൽ കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെയോ പുറന്തള്ളി മറ്റൊരാളെ കൊണ്ടുവരിക, കൊണ്ടുവരുമ്പോൾ ഇവരുടെ ഒരു പാറ്റേണിലല്ലാത്ത ഒരാളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീർഘകാലമായിട്ട് കേരളത്തിലെ BJPയുടെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ കൂടി കാര്യമാണ്. കാരണം കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരാളെ അംഗീകരിക്കാനായിട്ട് കേരളത്തിൽ ഈ RSS പക്ഷത്തിൽ നിന്ന് ആദ്യമേ ആരംഭിച്ച ഒ രാജഗോപാലിൻ്റെയും പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണദാസിൻ്റെയും ഒക്കെ പാരമ്പര്യമുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണ് അവർ കെ സുരേന്ദ്രനെ കാണുന്നത്. അതിൽ ജാതി ഘടകമാണ്, മറ്റു പല ഘടകങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളുകൾ വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഇവർ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അവർ പലരെയും ശ്രമിച്ചു നോക്കിയതാണ്. ഇപ്പോൾ മെട്രോ ശ്രീധരനെ ശ്രമിച്ചതാണ്. അത്തരത്തിലുള്ള പല ആളുകളെയും കേരളത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുധാരയിൽ പൊതു ചർച്ചയിലേക്ക് നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് വച്ചിട്ട് BJPയെ വളർത്താനുള്ള ശ്രമം അവർ നടത്തിയതാണ്. സുരേഷ് ഗോപി വിജയകരമാണ് എന്നായിരിക്കാം ഒരുപക്ഷെ BJPയുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള കണ്ടുപിടുത്തം. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയുള്ള മറ്റൊരു മുഖമായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അവരുദ്ദേശിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ലഭിക്കുന്നത് ഒരു വലിയ പൂർണ്ണമായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ചാനലാണ്. അത് പൂർണ്ണമായിട്ടും BJPയുടെ ഒരു നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഏഷ്യാനെറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചന. അതിനെ പൂർണ്ണമായിട്ടും അവരുടെ ഒരു നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ദീർഘകാലമായിട്ട് ഏഷ്യാനെറ്റ് ചർച്ചകളിലെ സ്ഥിരം മറ്റേ കാര്യമായിട്ടുള്ള ആളുകളായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കറെ പോലുള്ള ആളുകൾക്ക് കെ സുരേന്ദ്രന് പൊതുമാധ്യമങ്ങളിൽ പരിഹസിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഇനിയുള്ളൊരു കാലത്ത് ഇത്തരമൊരു BJP പ്രസിഡന്റിനെ വിമർശിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാത്ത ആളുകൾക്കോ ഏഷ്യാനെറ്റ് പോലുള്ളൊരു സ്ഥലത്ത് ഇനി സ്പേസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. അഥവാ ഏഷ്യാനെറ്റിൻ്റെ ഒരു അംഗീകാരവും സ്പേസും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും, BJPയെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളൊരു തരത്തിലേക്ക് കൂടി ഈ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഒരു ജനറേഷണൽ ഒരു ഡിഫറൻസിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് BJP രാജീവ് ചന്ദ്രശേഖരനെ വച്ച് ശ്രമിക്കുകയാണ്. അതേസമയം തന്നെ വേണ്ട രീതിയിൽ BJPക്ക് ദേശീയ തലത്തിൽ ഉള്ളതുപോലുള്ള എല്ലാ ക്യാരക്ടറൈസേഷനും ഉള്ള ഒരാളാണ്. കോർപ്പറേറ്റ് മൂലധനവുമായിട്ടുള്ള നിരന്തര ബന്ധമുള്ള ആളാണ്. അതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണ്. അത്രമെല്ലാം ഉണ്ടായതിനു ശേഷവും തനിക്ക് ടാക്സ് കൊടുക്കാൻ മാത്രം വരുമാനമില്ല എന്ന് രേഖപ്പെടുത്താനായിട്ട് മടിയില്ലാത്ത ആളാണ്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. അതേപോലെ തന്നെ വർഗീയത നേരത്തെ നമ്മളിവിടെ വളരെ വിശദമായിട്ട്
അതിനെക്കുറിച്ചിട്ട് ബഷീർ വളരെ വിശദമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അത്തരത്തിൽ ഏത് തരത്തിലുള്ള ഏറ്റവും ക്രൂരമായ തരത്തിൽ ഈ സൊസൈറ്റിയെ തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വർഗീയത പ്രസംഗിക്കാനായിട്ടും യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരാളാണ്. മാത്രമല്ല നമ്മളിങ്ങനെ നോക്കുമ്പോൾ കേരളത്തിനെതിരായിട്ട്, കേരളം എന്ന് പറയുന്ന ഒരു ഭൂമിക്ക് എതിരായിട്ട് അതുണ്ടാക്കിയെടുത്തിട്ടുള്ള കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിൽ ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ മാറി ഇടക്കാലത്ത് വന്നിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾക്കെല്ലാം അതിൻ്റെ ഗുണഫലം അല്ലെങ്കിൽ അവരുടെ എല്ലാം ഒരു ശ്രമഫലമായിട്ടാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പൊതുവ്യവസ്ഥയിൽ, നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങളിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയിലെല്ലാം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഉന്നതിയെ മുഴുവൻ പരിഹസിക്കാനും കേരളം എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ടൊരു സ്ഥലമാണ് എന്ന് ആവർത്തിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തെ ഒരു ഇന്ത്യയിലെ ഒരു അവികസിത പ്രദേശമോ അല്ലെങ്കിൽ കേരളത്തിനെ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലാത്തൊരു സ്ഥലമായിട്ട് മാറ്റുക എന്നുള്ളത് കൂടി BJPയുടെ ഒരു അജണ്ട ആണ്. കാരണം BJPയിലേക്ക് ഇവർ ഉദ്ദേശിക്കുന്ന വളർച്ച ഇല്ലാത്തിടത്തോളം കാലം കേരളത്തിലെ ഒറ്റപ്പെടുത്തി തകർക്കുക എന്നുള്ളൊരു അജണ്ടയുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ സുരേന്ദ്രനോ അല്ലെങ്കിൽ കൃഷ്ണദാസോ അടക്കമുള്ള BJPയിൽ കേരളത്തിൽ വളർന്ന, കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിനെ ആ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി തിരിച്ചു പോകേണ്ടത് അവരുടെ നാടുകളിലേക്കും അവരുടെ വീടുകളിലേക്കും ഈ കേരളം എന്ന് പറയുന്ന ഭൂമിയിലെ ഒരു വായുവിലേക്കുമാണ് ഇവർക്ക് തിരിച്ചു പോകേണ്ടത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് അത്തരം ഒരു ബാധ്യത പോലുമില്ല. കേരളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളർന്നതോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊക്കിൾക്കുടി ബന്ധമുള്ളതോ ആയിട്ടുള്ളൊരു സ്ഥലമല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു തരത്തിൽ ബിസിനസ്സിൻ്റെ ഒരു പ്രവർത്തന രംഗം മാത്രമാണ് കേരളമുള്ളത്. ആ ബിസിനസ്സിൻ്റെ പ്രവർത്തന രംഗം പോലെ തന്നെ പാർട്ടിയുടെയും പ്രവർത്തന രംഗമായിട്ട് ഉപയോഗിക്കാനും ദേശീയ പാർട്ടിയുടെ താല്പര്യം എന്താണോ അത് ഇവിടെ നടപ്പാക്കാനും ഇതേപോലെ സാധിക്കും. അതിന് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു ചാനലിൻ്റെ പിന്തുണ ഉണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹം കുറച്ചു കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഒരു വിഭാഗത്തിനെ BJPയോട് അടുപ്പിക്കാനുള്ള ഒരു ദീർഘമായ ശ്രമമുണ്ട്. അത് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് മറ്റ് രാജീവ് ചന്ദ്രശേഖരൻ ഇനിയും അത് ചെയ്യാൻ പോകുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ മറ്റേ പ്രസിഡൻസ് പദവിയിലേക്ക് എത്തുമ്പോൾ തന്നെ അവർ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന വാർത്തകളിൽ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹവുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു സൂചനയാണ്. അതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്നുള്ളത്. അവർ വർഷങ്ങളായിട്ട് ദീർഘകാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും പോലെ തന്നെ ഒരു OBC ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുക, അങ്ങനെ BJPക്ക് ഒരു വളർച്ചയുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ശ്രമിച്ചിരുന്നതും അതായിരുന്നു. ആ ഘട്ടം അവർ പക്ഷേ അവസാനിച്ചു എന്നവർക്ക് കരുതുന്നുണ്ടാകും. അതിൽ നിന്നുള്ള ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് BJP കടക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസിഡൻസിയെ കാണുന്നത്. ശരി, ശ്രീ രാജേന്ദ്രൻ പന്തളം, അങ്ങനെ കേന്ദ്ര നേതൃത്വം അവരുടെ താല്പര്യങ്ങൾ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ കൂടിയായി ഇതൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ BJP ആയ ഒരാൾ സെക്കുലർ സ്പേസിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് സംഭവിക്കാനിടയില്ലാത്ത കാര്യമാണ്. എങ്കിലും കളമശ്ശേരി സ്ഫോടനം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വന്ന അത്ര വലിയൊരു വിദ്വേഷ പരാമർശം നടത്തുന്ന ആൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രീജിത്ത് ദിവാകരൻ ഏറ്റവും അവസാനം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് ഏറ്റവും പ്രസക്തമാണ്. ഇപ്പോൾ K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഒരു വിദ്വേഷ പരാമർശം നടത്തുമ്പോൾ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങളുണ്ട് എന്നൊരു ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാകും. രാജീവ് ചന്ദ്രശേഖരൻ പ്രാഥമികമായി ആ കടമ പോലും കേരളത്തിലെ ജനങ്ങളോട് ഇല്ലാത്തയാളാണ്. ശരിയാണ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഏതൊരു തീർത്ഥാടനം ഏതൊരു മതത്തിൻ്റേതായാലും അതിനെ അപലപിക്കുന്ന രീതിയിൽ അതിൻ്റെ അത് പുണ്യമാണെന്ന് കരുതുന്ന ആ മതവിഭാഗങ്ങളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത്. അത് ഇസ്ലാം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ബുദ്ധമതക്കാരായിക്കോട്ടെ, ജൈനമതക്കാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ആ വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ ഉണ്ടാവുമ്പോൾ അതുകൊണ്ടാണല്ലോ നോബർ ശർമ്മ ഖുറാനെ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ വേദനിപ്പിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയപ്പോൾ രാഷ്ട്രീയ വനവാസത്തിൽ തന്നെ പോകേണ്ടി വന്നത്. BJP അങ്ങനൊരു തീരുമാനമെടുത്തു. അതിലും വളരെ മോശമായിട്ടുള്ളൊരു പരാമർശം നിങ്ങളീ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഉടമയായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ വന്നു
സോഷ്യൽ മീഡിയയിലൊക്കെ വമ്പിച്ച തോതിലുള്ള പ്രതിഷേധം വന്നു, ജനങ്ങൾക്കിടയിലും പ്രതിഷേധം വന്നു. പക്ഷേ ഹിന്ദു മതമെന്ന് പറയുന്നത് ഒരു സെമിറ്റിക് മതമല്ലാത്തതുകൊണ്ടും സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടും സഹനശക്തിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടും അതിൻ്റെ ആൾക്കാരെങ്ങും തെരുവിലിറങ്ങുകയോ ആ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയോ ഒന്നും ചെയ്തില്ല. ആ അവസരത്തിൽ പോലും അത് പറഞ്ഞ ആളിനെ, എക്സിക്യൂട്ടീവ് എഡിറ്ററിനെ സംരക്ഷിച്ച ഒരു പ്രൊഫഷണലാണ് രാജീവ് ചന്ദ്രശേഖർ. ഞാൻ രാഷ്ട്രീയ മുൻവിധികളുടെ അടിസ്ഥാനത്തിലല്ല, ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ BPLൻ്റെ ഉടമയായിരുന്നു. എൻ്റെ അറിവിൽ, സബ്ജക്റ്റ് ടു കറക്ഷൻ, അദ്ദേഹം നിരാമയ ഗ്രൂപ്പിൻ്റെ കൂടി ഉടമയാണ്. അത് വളരെ വിജയകരമായി നടന്നു പോരുന്നു എന്നുമാണ് എൻ്റെ അറിവ്. ഞാൻ ഈ വ്യവസായ ലോകത്ത് ഞാനൊരു ബിസിനസ് ജേർണലിസ്റ്റ് അല്ല, ഇക്കണോമിക് ജേർണലിസ്റ്റും അല്ല, ഫിനാൻഷ്യൽ ജേർണലിസ്റ്റും അല്ല ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രൊഫഷണലായിട്ടത് കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായപ്പോഴും കേന്ദ്രത്തിലെ ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രിയായിരുന്നപ്പോഴും വളരെ പ്രൊഫഷണലായിട്ട് അദ്ദേഹം ആ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി ആയപ്പോഴും വളരെ പ്രൊഫഷണലായിരുന്നു അദ്ദേഹം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ വലിയൊരു വ്യവസായ ടിക്കൂണായതുകൊണ്ട് എല്ലാ ദിവസവും ഹൈസിന്ത് ഹോട്ടലിൽ അവിടെ വെച്ചായിരുന്നു അദ്ദേഹം മീറ്റിങ്ങുകൾ കൂടിയിരുന്നത്. നാട്ടുകാർക്ക് മുഴുവൻ, പത്രക്കാരുൾപ്പെടെ എല്ലാവർക്കും അവിടെ വന്നിരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ള അവസരവും ദിവസവും വളരെ ഓപ്പണായിട്ടൊരു ഫോറം നടത്തിയിരുന്നു. അപ്പോൾ വേറെ ഒരു സ്ഥാനാർത്ഥിയും നടത്തിയിട്ടില്ലാത്ത തരത്തിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഫോറം അവർ നടത്തി. നിങ്ങൾക്കെല്ലാം, പത്രക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവിടെ പോയി അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ സ്ഥാനാർത്ഥിയായിരിക്കെ സാധിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ഒരു നവീനമായ രീതിയിലും ഒക്കെ കൈകാര്യം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഒരു ഓർഗനൈസർ എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷണൽ പവറും അതുപോലെ തന്നെ ഈ ഓൺട്രപ്രീനർഷിപ്പ് വേണം ഒരു വ്യവസായം നടത്തണമെങ്കിൽ. ആ കഴിവൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു പാർട്ടിയെയും ആ രീതിയിൽ തന്നെ പ്രൊഫഷണലായിട്ട് നയിക്കാൻ കഴിയും. കാരണം ഈ പ്രൊഫഷണലിസം വളരെ ആവശ്യമാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കടുത്ത മത്സരത്തിൽ. അതിന് പറ്റിയ ഒരാളിനെയാണ് കേന്ദ്രമന്ത്രിമാരിൽ പലരും അങ്ങനെയുള്ളവരാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ. ആ തരത്തിലൊരു ആളിനെ ആയിരിക്കണം, ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിലായിരിക്കണം അവർ അദ്ദേഹത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്ല ചുമ്മാ രാഷ്ട്രീയ വിവാദങ്ങൾ, വർഗീയ വിവാദങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കലഹിച്ച് അങ്ങനെ ആ ഒരു രാഷ്ട്രീയ ശൈലിക്കൊരു മാറ്റം ഇദ്ദേഹം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് പ്രതീക്ഷ മാത്രമാണ്. പക്ഷേ അവിടെ പ്രശ്നം നമ്മൾ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞ തരത്തിൽ ആ നിലയിലുള്ള ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തന്നെ പോളിഷ് ചെയ്ത് സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു വ്യക്തി ഒരു അവസരം ഇങ്ങനെ പാത്തിരുന്നത് പോലെയാണ് കളമശ്ശേരി സ്ഫോടനത്തിൽ അങ്ങനെ ഒരു വിദ്വേഷ പരാമർശം നടത്തുന്നത്. അത് നമ്മൾ കാണാതെ പോകരുത്. അതായത് BJP എന്ത് അവരുടെ ലൈനിലൊരു മാറ്റം കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവർ അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ BJP-കാരാണല്ലോ. ആ വ്യക്തികൾ നിന്നും എന്ത് മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും അത് ദൗർഭാഗ്യകരമാണ്. അങ്ങനെ നമ്മൾ അറിയുന്നതിന് മുമ്പ് ജംപ് ടു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ രീതിയല്ല. അത് അദ്ദേഹം ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണെന്നുള്ളത് എനിക്ക് അംഗീകരിക്കുന്നതിന് യാതൊരു വിധമായ മടിയുമില്ല. അത് ആര് ചെയ്താലും തെറ്റാണ്, അതാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണെന്നുള്ളത്. 12 വർഷം BJP-യുടെ നാവായി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആളാണ് രാജീവ് ചന്ദ്രശേഖർ. സ്വാഭാവികമായും അദ്ദേഹം BJP നയിക്കുമെന്ന് അത്ര വലിയ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് കൂടിയാകണമല്ലോ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരാളെ സംഘപരിവാർ സ്പേസിൽ നിൽക്കുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ VD സതീശനെ പോലൊരു നേതാവിന് കഴിയുന്നത് എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ? അസിത, ഈ VD സതീശനൊക്കെ വിട്ടുകളയൂ. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അമിത്ഷായുടെ ഒരു ഗ്രാൻഡ് ഡിസൈനാണ് ഈ ഇത്തരം കാര്യങ്ങൾ. ഇവിടെ മാത്രം നിൽക്കുന്നതുമല്ല. നമ്മുടെ തൊട്ടു മുമ്പിൽ വേറെ ഉദാഹരണങ്ങളുണ്ടെന്നേ. ഏറ്റവും വലിയ ഉദാഹരണം തമിഴ്നാട്ടിലെ അണ്ണാമല IPS ഉപേക്ഷിച്ചിട്ടാണ് തമിഴ്നാട്ടിലെ പ്രസിഡൻ്റാക്കുന്നത്. എന്നിട്ട് നോക്കൂ, പിന്നെ ലോക്സഭയിൽ അണ്ണാമല ജോലി ചെയ്തിരുന്നത് ബാംഗ്ലൂരിലാണ് IPS-കാരനായിട്ട്. ബാംഗ്ലൂരിൽ ലോക്സഭാ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അണ്ണാമല ഈസി ആയിട്ട് ജയിക്കും. അവിടെയുള്ള ബാംഗ്ലൂരുകാർക്ക് സംശയമേ അക്കാര്യത്തിലില്ല. പക്ഷേ അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുത്തില്ല. അണ്ണാമലയ്ക്ക് എവിടെയാണ് സീറ്റ് കൊടുത്തത്? തോൽക്കുമെന്ന് ഉറപ്പുള്ള കോയമ്പത്തൂരിൽ നിന്ന് അണ്ണാമല തോൽക്കുകയും ചെയ്തു. പക്ഷേ അയാൾ അവിടെ പാർട്ടി കെട്ടിപ്പടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10% അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ്, 10.3 തോന്നുന്നു, അത്രയുമായിട്ടുണ്ട് അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ്. കേരളത്തിൽ 20% ഉണ്ട് BJP-യുടെ വോട്ട് ഷെയർ. പക്ഷേ ഇവിടെ ഒരു സുഘടിതമായ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്കൊരു വിന്നിങ് എഡ്ജിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവർ ഈ പുതിയ പരീക്ഷണത്തിൽ അമിത്ഷാ ഒരുങ്ങുന്നത്. ചെറിയ കാര്യമല്ല.
മുമ്പിൽ ചെറിയ വെല്ലുവിളികളുമല്ല കേരളത്തിലെ LDF UDF മുന്നണികൾക്ക് മുന്നിലുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. വലിയ വെല്ലുവിളികൾ തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട്. തിരുവനന്തപുരത്ത് നിർത്തുന്നു. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കർണാടകത്തിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചില്ല? നമ്മൾ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു സമസ്യയാണത്. ഇവിടെയാണ് കൊടുത്തിട്ട് ഇത്രയും മാസങ്ങളെ ആയുള്ളൂ. ഇത്രയും മാസങ്ങൾക്കകം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രസിഡന്റ് പദവിയും ലഭിച്ചു. ഈ വിവരങ്ങൾ വരുന്ന മറ്റൊരു കാര്യം, BL സന്തോഷാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച മറ്റു പ്രധാനപ്പെട്ട ശക്തിയെന്ന് കേൾക്കുന്നു. BL സന്തോഷ് സംഘടനാകാര്യ സെക്രട്ടറി ആണല്ലോ, ഒണ്ണാൻ്റെ സംഘടനാകാര്യ സെക്രട്ടറി. അദ്ദേഹമാണ് കാര്യങ്ങളുടെ അവസാനത്തെ ഒരു പവർഫുള്ളായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ BJP ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ ഇനിയിപ്പോൾ അടുത്ത ഒരു സെറ്റിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതാരാണ്? ഒന്ന് PC ജോർജാണ്, മറ്റൊന്ന് PC ജോർജിൻ്റെ മകനാണ്, വേറൊന്ന് കാസ എന്ന് പറഞ്ഞ വേറൊരു സാധനമാണ്. കാസ സ്വന്തം പാർട്ടി രൂപീകരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോവുകയാണെന്ന് ഇതിനകം പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് പരസ്യപ്പെടുത്താനായിട്ട് ചുമതലപ്പെടുത്തപ്പെട്ടവരാണ് PC ജോർജും മകനും കാസയുടെ ഇനി വരാൻ പോകുന്ന പാർട്ടിയും, വർഗീയ പാർട്ടിയും. അപ്പോൾ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു പൊതുബോധം നിർമ്മിച്ചെടുക്കുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ ഭൂരിപക്ഷ സമുദായത്തിൽ എങ്ങനെ അപ്പീസ്മെൻ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് അദ്ദേഹം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ കണ്ടതല്ല, കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എത്രത്തോളം പവർഫുള്ളായിട്ടാണ് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഈ BJPക്കാരെ പോലും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിനൊരു ടീമുണ്ട്. ആ ടീമാണ് എല്ലായിടത്തേക്കും പാഞ്ഞു കയറി ചെല്ലുന്നത്. അത്ര വൈഡ് സ്പ്രെഡായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, രാജീവ് ചന്ദ്രശേഖരൻ്റെ. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇനി കേരളത്തിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യത നമ്മൾ കാണണം, ഉണ്ടാവും. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഉള്ളയാളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇനി ഇല്ലാത്ത സന്നാഹങ്ങൾ കൊടുക്കാൻ സർവാത്മന സന്നദ്ധമാണ് അമിത്ഷായും നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര ഭരണകൂടവും. അത്തരത്തിൽ അവർക്ക് എങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ചും കേരളം അവർക്കൊരു ബാലികേറ മലയായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് വളരെ ശക്തമായിട്ട്. അതിനിടയ്ക്കാണ് സുരേഷ് ഗോപിയുടെ വിജയം. അത് രാഷ്ട്രീയ വിജയമല്ല എന്നുള്ളത് ഇപ്പോൾ സജീവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും നമ്മളെക്കാളും വളരെ വ്യക്തമായിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നവരാണ് അവർ. അത് എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ആ ആഴ്ച ഇറങ്ങിയ ദ വീക്ക് വാരികയിൽ ജൂൺ 4-നാണല്ലോ വന്നത്. ആ ആഴ്ച വീക്ക് വാരികയിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട്, മൈ വിക്ടറി ഈസ് നോട്ട് പൊളിറ്റിക്കൽ, ഇറ്റ് ഈസ് ടോട്ടലി അപ്പൊളിറ്റിക്കൽ എന്നാണ് സുരേഷ് ഗോപി തന്നെ പറയുന്നത്. ജയിച്ച MP തന്നെ പറയുകയാണ് അരാഷ്ട്രീയമാണ് എൻ്റെ വിജയം. അപ്പോൾ സുരേഷ് ഗോപി തന്നെ പറയുമ്പോൾ നേതൃത്വത്തിൽ വ്യക്തമായിട്ട് അവർക്ക് ബോധ്യമുണ്ടല്ലോ, അത് പോരാ, വിജയം രാഷ്ട്രീയമാവണമെങ്കിൽ എങ്ങനെ അത് വേണം എന്നുള്ളത് തെളിയിച്ച് ലോക്സഭാ ഇലക്ഷന് കാണിച്ചു തന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ഇംപ്രഷൻസ് ബാക്കി മണ്ഡലങ്ങളിൽ കേരളത്തിലുടനീളം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇനി പയറ്റും. നമ്മൾ കാണാത്ത ഒരുപാട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും യുദ്ധമുറകളും ഒക്കെ കേരളം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ് ഒരു പാർലമെന്ററി പൊളിറ്റിക്സിൽ ഒരുപക്ഷെ അതൊക്കെ മതിയായിരിക്കും. ഈ കൂടെ കൂട്ടേണ്ട ആളുകളെയൊക്കെ ഈ നിലയിൽ പണം കൊടുത്തോ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരിക്കാം. പക്ഷേ ഒരു സംഘടനാ പ്രവർത്തനത്തിന് അത് മാത്രം മതിയോ? രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോ ഇവിടെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. BJP പ്രവർത്തകരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനൊക്കെ പറ്റും. കാരണം അതൊരു മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ മത്സരമാണ്. പക്ഷെ ബാക്കിയുള്ള 19 മണ്ഡലങ്ങളിൽ ഇതേപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് കഴിയില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ടീമിനെ അദ്ദേഹം ഇറക്കില്ല. കാരണം തന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതിൽ BJPയുടെ ദേശീയ നേതൃത്വം നേരിട്ട് നരേന്ദ്രമോദി ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഒക്കെ മുമ്പേ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയുള്ള കേരളത്തിലാണ്. തുടർച്ചയായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നുകൊണ്ടിരുന്നല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും ജയിച്ചെടുക്കണം എന്നുള്ള രീതി അദ്ദേഹം തൃശ്ശൂരിനേക്കാൾ കൂടുതൽ കണ്ടിരുന്ന തിരുവനന്തപുരത്ത് അസാധ്യതയും ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ അത്രയും വോട്ട് കിട്ടിയിട്ടൊക്കെ ശരിയാണ്. പക്ഷെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഒരു പാർട്ടിയെ മൊത്തമായിട്ട് നയിക്കേണ്ട ആൾക്കുണ്ടാവേണ്ടത് ഈ ജനകീയമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. ആ ജനകീയമായിട്ടുള്ള പ്രവർത്തന ശൈലി ഇനി രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ
ഇതുവരെ അദ്ദേഹത്തിന് തെളിയിക്കാനും പറ്റിയിട്ടില്ല. അദ്ദേഹം രാജ്യസഭാ മെമ്പറായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ടർമാരുടെ മുമ്പിൽ പോവേണ്ടതില്ലല്ലോ. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി എന്നുള്ളതുകൊണ്ട് അതൊരു ഒരു സ്ഥാനമാണ്. ആ സ്ഥാനം അദ്ദേഹം കുറെ കൂടി നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതി അദ്ദേഹം ചെയ്തിരിക്കുക. പക്ഷെ ആ പ്രൊഫഷണൽ രീതി ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പാർട്ടിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്, പ്രവർത്തകരുടെ രീതി വ്യത്യാസമാണ്, പ്രവർത്തകരുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ പറ്റിയിട്ടുള്ള പ്രവർത്തന ശൈലിയും സംസാര രീതിയും ഒക്കെ വേണം. രാജീവ് ചന്ദ്രശേഖരനൊന്നും ശരിയായിട്ടുള്ള രീതിയിലില്ല. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ കമ്പയർ ചെയ്യുന്നത് ശശി തരൂര് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ട് പോലും സ്വയം മുന്നോട്ടേക്ക് നീങ്ങിയിട്ട് അവന് ശ്രമിച്ച് ഞാൻ ജനകീയനാണ് എന്ന് ഉണ്ടാക്കി തീർക്കാൻ ശ്രമിച്ച ആൾ അത് ഉണ്ടായിട്ടും ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഇത്രയും കാലം 20 വർഷത്തിനിടയിൽ രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൽ അദ്ദേഹം ഇത്രയും കാലം ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ കർണാടകയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പാർട്ടി ഇപ്പൊ BJPയുടെ പ്രസിഡന്റ് ആരായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. ആ പാർട്ടിക്ക് ജനകീയ അടിത്തറ ശക്തമാക്കണമെങ്കിൽ ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ സുരേന്ദ്രന്റെ കാലത്ത് വലിയ വോട്ട് ഷെയർ കൂടിയെന്നുള്ള ആ സുരേന്ദ്രന്റെ മികവുകൊണ്ടല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയും കുറെ കൂടി തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലേക്ക് പോവുകയും അയോധ്യയിലെ പ്രശ്നങ്ങളെ കുറെ ഹിന്ദു വികാരം ഇളക്കിടാവുന്ന ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു ഒഴുക്കുണ്ടായിട്ടുണ്ട്. CPM തന്നെ അവരുടെ പാർട്ടി സമ്മേളനങ്ങൾ സമ്മതിച്ച പോലെ ഒഴുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് BJPയിലേക്ക് CPM പ്രവർത്തകർ പോലും പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ വെച്ചുകൊണ്ട് നോക്കുന്നത് ഇവിടെ അതല്ലാതെ പാർട്ടി പ്രസിഡന്റിന്റെ രീതിയിൽ എങ്ങനെയൊക്കെ നേട്ടമുണ്ടാക്കാൻ പറ്റുന്നു, എത്ര ജനകീയനായി. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് KG മാരാരെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന അത്രയും സർവാദരണീയനായിട്ടൊരു നേതാവായിരുന്നു അദ്ദേഹം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ എന്ന് പറയുന്നത് ഇതുവരെ രാജീവ് ചന്ദ്രശേഖരന് പറ്റിയിട്ടില്ല. ഇനി അദ്ദേഹം ആ തന്ത്രത്തിലേക്ക് പോകുമെന്നുള്ളത് ഞാൻ അങ്ങനെ അടച്ച പറയുന്നില്ല. പക്ഷെ ഇതുവരെ പ്രവർത്തിച്ച രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു മാധ്യമത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ മാധ്യമം സ്വന്തമായി കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരാൾക്ക് ഇവിടുത്തെ വോട്ട് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ മനസ്സ് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് എത്രമാത്രം കഴിയും. ശരിയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും ഒരു നമ്പർ 1 മാധ്യമത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു ഘട്ടത്തിൽ അതിനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ. ശ്രീയ സജീവൻ, നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് സർവേ നടത്താൻ അവർക്ക് കഴിയുമോ? അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ നിഷ്പക്ഷമായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും ഇനിയുള്ള കാലത്ത് അത് എങ്ങനെയാകും എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. അതാണ് ഇവിടെ പ്രസക്തം. ശ്രീ ബഷീർ വനലിക്കുന്ന, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പരിച്ഛേദം സുരേഷ് ഗോപിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെ രൂപത്തിൽ കേരളത്തിൽ ഇങ്ങനെ അവതരിക്കുന്നു എന്നുള്ള ആശങ്കയെ നമ്മളിങ്ങനെ മതനിരപേക്ഷ ചേരി അഡ്രസ്സ് ചെയ്യുന്നതിനിടയ്ക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലയിലുള്ള പ്രതികരണം. എന്താണ്? സംഘപരിവാർ ഐഡിയോളജി ഉള്ള ആളല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കാനായി അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും എന്ന് കരുതണം. അത് എത്രമാത്രം ഒരു തെറ്റായ സന്ദേശം കൊടുക്കാനായി അല്ലെങ്കിൽ സമൂഹത്തിൽ സൃഷ്ടിക്കാനായി ഉതകുന്നതാണ്? സംഘപരിവാറിനെ ഇന്ത്യയിൽ ദേശീയാടിസ്ഥാനത്തിലും കേരളത്തിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തെ, അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ സംഘപരിവാറിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമ വിഷത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്ക് സംഘപരിവാര അജണ്ട ഇല്ല എന്നൊക്കെ VD സതീശൻ പറയുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വം സംഗതി ആളുകളെ വിലയിരുത്തുന്ന രാഷ്ട്രീയ പാപ്പരത്വം എന്നേ പറയാനുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച്, രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് കൊടിയ വിഷമെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ച പ്രസ്താവനയോട് ചേർന്ന് നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ ഇപ്പൊ പ്ലേസ് ചെയ്യുന്നതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലാർജർ അജണ്ട അവർക്കുണ്ടായിരിക്കും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സാംസ്കാരിക ഒരു ബഹുസ്വര പാശ്ചാത്തലം തിരിച്ചറിഞ്ഞുകൊണ്ട് കുറച്ചുകൂടി പോളിഷ്ഡ് ആയ സമൂഹത്തിൽ പോളിഷ്ഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരാളെ ഉപയോഗപ്പെടുത്തി വല്ലതും നേട്ടം കൊയ്യാൻ സാധിക്കുമോ എന്നാണ് അവർ നോക്കുന്നത്. അതിൽ അവർ വിജയിക്കുമോ ഇല്ലയോ എന്നത് കാലം തീർച്ചപ്പെടുത്തേണ്ട ഒന്നാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ O രാജഗോപാലിനോട് മുമ്പൊരിക്കല് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ഇന്റർവ്യൂവില് ചോദിച്ചു, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ BJP ക്ലച്ച് പിടിക്കാത്തതെന്ന് ചോദിച്ചപ്പോ വളരെ പാവം ശുദ്ധനായ മാനസികാവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞൊരു 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ആദ്യം പറഞ്ഞ കാരണം കേരളത്തിൽ 90% സാക്ഷരതയുണ്ട്.
ആളുകൾ ചിന്തിക്കുന്ന ആളുകളാണ്, സംവാദങ്ങൾ നടത്തുന്ന ആളുകളാണ്, രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ വളർന്നു വന്ന ഒരു ജനതയാണ്. അവരിലേക്ക് അത്ര പെട്ടെന്നൊന്നും എളുപ്പത്തിൽ കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നു. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ ഡെമോഗ്രഫിയാണ്. കേരളത്തിൽ 55% ഹിന്ദു സമൂഹവും 45% ന്യൂനപക്ഷങ്ങളുമാണ്. അപ്പൊ ആ ഒരു കണക്ക് എല്ലാ രംഗത്തും എല്ലാ സ്ഥലങ്ങളിലും ആളുകളുടെ പരിഗണനക്കെത്തും, ആളുകളുടെ മനസ്സിലെത്തും. അപ്പോ അതിനിടയിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ശുദ്ധഗതി കൊണ്ട് പറഞ്ഞ ഒരു സംഗതിയാണെങ്കിൽ 2 നിരീക്ഷണങ്ങളും കൃത്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഘപരിവാറിന് അത്ര പെട്ടെന്നൊന്നും കടന്ന് ചെല്ലാൻ സാധിക്കാത്ത അത്ര ഒരു പ്രബുദ്ധ സാക്ഷരത, രാഷ്ട്രീയ സാക്ഷരത, ഒരു പൊളിറ്റിക്കൽ ലിറ്ററസി കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഡെമോഗ്രഫിയിൽ അത്ര പെട്ടെന്നൊന്നും അവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രൂപത്തിലുള്ള ഘടകങ്ങളുമുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഈ രാജീവ് ചന്ദ്രശേഖറിലൂടെ അവർ നടത്താൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ ലവ് ജിഹാദ് പോലുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പൊ ഈ ന്യൂനപക്ഷ സമൂഹത്തിലെ ഈ 40% വരുന്ന ന്യൂനപക്ഷ സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗമോ ഒരു കമ്മ്യൂണിറ്റിയെ അടർത്തിയെടുത്ത് ഒരു ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം നിർത്താൻ സാധിക്കുമെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ലവ് ജിഹാദ് പോലുള്ള സംഗതികളൊക്കെ കൊണ്ടുവരുന്നത്. അത് ആ വിഷപ്രചാരണം ക്രമേണ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്ന രൂപത്തിലാണ് നമുക്കിപ്പോ കാര്യങ്ങളുള്ളത്. ഇപ്പോ കേരളത്തിന് പുറത്തൊക്കെ ഈ ലവ് ജിഹാദ്, കേരള സ്റ്റോറി വീണ്ടും പ്രദർശിപ്പിക്കുന്നതും അതിന് ടാക്സ് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തുരുതുര പ്രദർശിപ്പിക്കുന്നതൊക്കെ ഈ ഒരു വ്യാജ വാർത്തയെ ഒരു വ്യാജ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ലവ് ജിഹാദ് സമൂഹത്തിൽ ഇല്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളതാണ്, കേരള അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇപ്പൊ ഈ കേന്ദ്ര സർക്കാരിന്റെ തന്നെ അന്വേഷണ ഏജൻസികളും ഈ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിയും തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും പറഞ്ഞ മറുപടി ഇതിന് യാതൊരു തെളിവുമില്ല എന്നാണ്. അപ്പോ ഇതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ വരുമ്പോ ആ സിനിമയെ കേന്ദ്ര സർക്കാർ തന്നെ ടാക്സ് ഫ്രീ കൊടുത്ത് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. ഇത് കേരളത്തിന് പുറത്തൊക്കെ നല്ല ഓളം ഉണ്ടാക്കി. പക്ഷെ കേരളത്തിൽ ഇതിന് ഇനിയും ക്ലച്ച് പിടിച്ചിട്ടില്ല. ഈ സ്റ്റോറിയും ഇതുപോലുള്ള പ്രചാരണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ഫേക്ക് സ്റ്റോറികളും ഒക്കെ തിരിച്ചറിയുന്ന ഒരു രാജഗോപാൽ സൂചിപ്പിച്ച ഒരു പ്രബുദ്ധ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങളിലേക്ക് ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു പോളിഷ്ഡ് ആയി പറയുന്ന ഒരാളിലൂടെ അദ്ദേഹത്തിന്റെ ഒരു മാധ്യമ സ്ഥാപനത്തെ കൂടി ഉപയോഗപ്പെടുത്തി. ഈ മാധ്യമ സ്ഥാപനം കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. അപ്പോ നമ്പർ 1 ആണെന്ന് പറയുന്ന ആ മാധ്യമ സ്ഥാപനത്തെ കൂടി ഉപയോഗപ്പെടുത്തി ഇത്തരം ഒരു ഫേക്ക് അജണ്ട കേരള ജനതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അവർ ശ്രമിക്കുന്നത്. അത് നടക്കാൻ പ്രയാസമാണ് എന്ന് തന്നെയാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന ഒരു കാര്യവുമാണ് എന്നാണ് എനിക്ക് പറയാം. ശ്രീജിത്ത് ദിവാകരൻ, ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി വേണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംഘപരിവാറിന്റെ വർഗീയ വിഷം വിലപ്പോകുന്നൊരു മണ്ണല്ല കേരളം എന്നുള്ള തിരിച്ചറിവ് ചുരുങ്ങിയ പക്ഷം ഇതിനോടകം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ മാറ്റിയുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കാണേണ്ടത് എന്നതുകൂടി കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറയുന്നത് ഒരു അഭിമാനവാചകമായി മാറേണ്ട ഒരു ഘട്ടം കൂടി ഉണ്ട് എന്ന് കാണണോ? അതിനോടൊപ്പം തന്നെ ഈ പോളിഷ്ഡ് രീതിയിൽ അവതരിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയെ ആദ്യം തിരിച്ചറിയേണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ VD സതീശന്റെ മാതൃകയിൽ അവരെ അങ്ങനെയല്ല എന്ന് വെള്ളപൂശാൻ ആദ്യം തന്നെ ശ്രമിക്കുന്നതുണ്ടാക്കുന്ന അപകടം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ട് കാര്യങ്ങളാണ് എനിക്കതിൽ പ്രധാനമായിട്ട് തോന്നുന്നത്. ഒന്ന്, കേരളത്തിൽ BJP വളരെ ദീർഘകാലമായിട്ട്, അത് RSSന്റെ കാലം മുതൽ, RSSന്റെ ആദ്യകാലം മുതൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എങ്ങനെ പാർട്ടി വളരാമെന്നുള്ളതാണ്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലിയൊക്കെ ഡൽഹിയിൽ പൊതുവെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ, കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും വളരെ തുറന്ന് സമ്മതിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു സാമൂഹികമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. 55% കൂടുതലുള്ള മറ്റേ ഹിന്ദുക്കളും ബാക്കിയുള്ള വിഭാഗത്തിലുള്ള ന്യൂനപക്ഷങ്ങളും ഉള്ളപ്പോൾ എങ്ങനെയാണ് BJPക്ക് വളരാൻ കഴിയുക എന്നുള്ളത്. ബഹുഭൂരിപക്ഷം ഹിന്ദു സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ന്യൂനപക്ഷത്തിലെ ഒരു വലിയ വിഭാഗവും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു. ന്യൂനപക്ഷത്തിൻ്റെ മറ്റൊരു വലിയൊരു വിഭാഗത്തിന് ആകട്ടെ കോൺഗ്രസുമായിട്ട് UDFുമായിട്ട്, പ്രത്യേകിച്ചും ലീഗും എല്ലാവരും ചേർന്ന UDF സഖ്യവുമായിട്ട് ബന്ധമുണ്ട്. എങ്ങനെ BJPക്ക് വളരാൻ കഴിയും എന്നുള്ളത് ദീർഘകാലമായിട്ട്
ഇവർ ആലോചിക്കുകയും പലതരം പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ച് വേറൊരു തരത്തിലുള്ള ഒരു മറ്റേ ഈഴവ സമൂഹത്തിൻ്റെ പിന്തുണ നേടാനൊക്കെ ഉള്ള ഒരു ശ്രമം മുതൽ SNDPയിലേക്ക് നുഴഞ്ഞു കയറാൻ പഴയ കാലത്ത് സവർക്കർ അടക്കമുള്ള ആളുകൾ ഗോൾവാൾക്കർ നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകൾ അടക്കം ഉണ്ട്. ഇതൊന്നും ഇവിടെ ഈ കാലത്തൊന്നും വിലപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും പ്രാഥമികമായ അജണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കിയതുകൊണ്ട് മാത്രം BJPക്ക് ഇവിടെ വളരാൻ പറ്റില്ല. മറിച്ച് ഇവിടെ വളരണമെങ്കിൽ, ഇവിടെ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ അത് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒട്ടും നിഷ്കളങ്കമായി കരുതരുത്. തുടർച്ചയായിട്ട് ഏഷ്യാനെറ്റ് ചാനലുകളിലോ അല്ലെങ്കിൽ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്ന തുടർച്ചയായിട്ടുള്ള പ്രചരണങ്ങളും ചർച്ചകളും കാര്യങ്ങളും അത് ഒരു പ്രത്യേകമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരോധങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്യുന്നതല്ല, മറിച്ച് അതൊരു രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ളതാണ്. ആ അജണ്ട കൂടുതൽ തീവ്രമാക്കി ഇവിടുത്തെ ഒരു ഇടതുപക്ഷ ഒരു രാഷ്ട്രീയത്തെ തകർക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമായിരിക്കണം ഇനി രാജീവ് ചന്ദ്രശേഖറിലേക്ക് BJP നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെയുള്ള ഭയങ്ങൾ നമ്മൾ VD സതീശനെ പോലുള്ള ആളുകൾ കുറച്ച് സോഫ്റ്റായിട്ട് ഇത്തരം കാര്യത്തിനെ കാണാൻ ശ്രമിക്കുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള സ്പേസ് തന്നെയാണ്. അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് അതിനൊരു പ്രതിപക്ഷത്താക്കിക്കൊണ്ട് സംസാരിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും ഇനി ബുദ്ധിമുട്ടും കാണും സ്വാഭാവികമായിട്ടും. കാരണം വലിയൊരു മീഡിയ സ്പേസിനെ ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തമസ്കരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കത് ബുദ്ധിമുട്ടായി മാറും എന്നുള്ള കാര്യം ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് VD സതീശനെ പോലുള്ള ആളുകൾ അത്ര നിഷ്കളങ്കമായിട്ടല്ല അതിനെ അങ്ങനെ കാണുന്നത്. അതൊരു സംഘപരിവാറിനോടുള്ളൊരു സോഫ്റ്റ് കോർണർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് അതിനൊരു ഇത്തരം ഒരു സ്പേസ് നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു ജാഗ്രത കൂടി ആയിട്ടാണ്. അത്തരത്തിലുള്ളൊരു കാര്യത്തിനായിരിക്കും ഇപ്പോൾ ഇനിയുള്ള കാലത്ത് ചന്ദ്രശേഖരനെ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് ഈ അമിത്ഷാ അടക്കമുള്ള നേതൃത്വം നടക്കുന്ന ഇവർ ദീർഘകാലമായിട്ട് പലതരം പരീക്ഷണങ്ങൾ കേരളത്തിന് മേൽ നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇവർ നടത്തിയ പരീക്ഷണങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജുകളുടെ വളർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇവർ പറയുന്ന അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ച കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അടക്കം കേരളത്തിന് BJPക്ക് എതിരായിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളും ആശയങ്ങളും നടത്തുന്നതും അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിലും കേരളം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നുകൂടി ഇവരെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ BJPക്ക് ശ്രീജിത്ത് ദിവാകരൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ ചേർന്ന എല്ലാവർക്കും. ശ്രീ M ജയചന്ദ്രൻ, ശ്രീജിത്ത് ദിവാകരൻ, ബഷീർ വള്ളിക്കുന്ന, AS ജീവൻ, രാജേന്ദ്രൻ പന്തളം. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.